രാത്രിയാണ് എന്നുള്ളതൊരു വെല്ലുവിളിയാണ്. വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ ചുരം സംരക്ഷണ സമിതി അംഗമായിട്ടുള്ള ജസ്റ്റിൻ കുന്നുംപുറത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ജസ്റ്റിൻ കുന്നുംപുറത്ത്, വലിയൊരു മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. അതിനൊപ്പം തന്നെ വലിയ ആശങ്കയുമുണ്ട്. വീണ്ടും മണ്ണിടിയുമോ എന്നുള്ള ആശങ്കയുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? എങ്ങനെയാണ് ഈ അപകടത്തെ കാണേണ്ടത്? ജസ്റ്റിൻ. നമസ്കാരം. ഞാൻ സംഭവ സ്ഥലത്തുണ്ട്. ഇപ്പോൾ JCBകളും ടിപ്പറുകളും ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ഇവിടെയുണ്ട്, ചുരം സംരക്ഷണ സമിതി ഉണ്ട്, പോലീസ് ഉണ്ട്, മറ്റ് ജനങ്ങളുണ്ട്, മറ്റ് സന്നദ്ധ പ്രവർത്തകരെല്ലാം ഉണ്ട്. വാഹനങ്ങളുടെ നീണ്ട നിര ഇപ്പോൾ നിലവിൽ വയനാട് ചുരത്തിന്റെ 2 ഭാഗങ്ങളിലുമായിട്ട് നിൽക്കുന്നുണ്ട്. താൽക്കാലികമായിട്ടും വൺ സൈഡ് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ മണ്ണ് മാറ്റുന്നതനുസരിച്ച് മുകളിൽ നിന്ന് കുറേശ്ശെ ഇടിയുന്നുള്ളതിനാൽ ഭയങ്കര ബുദ്ധിമുട്ടിക്കൊണ്ടാണ് മറ്റ് സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ണ് മാറ്റാനുള്ള സംവിധാനങ്ങളും കല്ലുകളൊക്കെ വലിയ രീതിയിലുള്ള കല്ലുകളാണ്, പെട്ടെന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത രീതിയിലുള്ള കല്ലുകളാണ് ഇപ്പോൾ ഉള്ളത്. എത്രയും പെട്ടെന്ന് വൺ സൈഡ് ആയിട്ട് വണ്ടി വിടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് എപ്പോഴാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സമയം എപ്പോഴാണ് ജസ്റ്റിൻ? ഒരു 6:50 7 മണിയോട് കൂടിയിട്ടാണ്. പക്ഷെ ഇന്നലെ ഈ സമയങ്ങളിൽ ഇവിടെ വൻതോതിലുള്ള ബ്ലോക്ക് ആയിരുന്നു. പക്ഷേ അത് ഇന്നലെ അല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ വലിയൊരു അപകടം ഒഴിവായത്. ഇന്നലെ ഈ ഇടിഞ്ഞ സ്ഥലത്തൊക്കെ വാഹനങ്ങളെ ക്യൂ ആയിട്ട് നിർത്തിയിട്ട സമയമായിരുന്നു. എന്തായാലും വലിയൊരു അപകടമാണ് നിലവിൽ ഒഴിവായിട്ടുള്ളത്. അതെ, ഈ ഒരു ഭാഗത്തു കൂടെ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളെ കടത്തിവിടാം എന്നുള്ളതാണ് നിലവിലെ ആലോചന എന്ന് കളക്ടറുടെ ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതെ, ഒരു സൈഡ് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. JCB ഒക്കെ ഫാസ്റ്റ് ആയിട്ട് എല്ലാ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ള അറിയില്ല. ഓൾറെഡി ഇത് ഉറവ പൊട്ടുന്ന ഒരു ഏരിയ ആണ്. മണ്ണിൽ നിന്ന് വെള്ളം ഒലിച്ചു ഇറങ്ങുന്ന ഏരിയ ആയതുകൊണ്ട് വീണ്ടും ഇടിയോ എന്നുള്ള ഒരു ആശങ്ക എല്ലാവർക്കും ഇവിടെ ഉണ്ട്. ഈ ഒരു സൈഡ് ക്ലിയർ ചെയ്ത് വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഈ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളെ ഒഴിവാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? അതെ, പക്ഷെ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളെല്ലാം തന്നെ വലിയ വാഹനങ്ങളായതുകൊണ്ട് ഇത് എത്രമാത്രം വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം വെയിറ്റ് ഉള്ളതും വലിയ വാഹനങ്ങളും ആയതുകൊണ്ട്. ഈ വലിയ പാറക്കല്ലുകളൊക്കെ പൊട്ടിച്ചാണോ ഇതിനകത്തേക്ക് വണ്ടിയിലേക്ക് മാറ്റി കൊണ്ടുപോകുന്നത്? ഇല്ല, തൽക്കാലം JCB വെച്ച് ചിലത് തള്ളി സൈഡിലേക്ക് മാറ്റുന്നുണ്ട്, ബാക്കി കോരി എടുക്കുന്നുണ്ട്. ഇത് മണ്ണും മരവും ചെളിയും കല്ല് എല്ലാം ഒരുമിച്ചായതുകൊണ്ട് ഒരു ഉരുൾപൊട്ടലിന്റെ പ്രതിനിധിയോട് കൂടിയിട്ട് വന്നു കിടക്കുന്ന ചെളികളാണ്. അപ്പൊ അതിനനുസരിച്ച് രക്ഷാപ്രവർത്തനത്തിൽ അതിന് ഒരു തടസ്സം നേരിട്ടുകൊണ്ടിരിക്കും. ഇതിന്റെ ഉള്ളിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി അധികൃതർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എത്രത്തോളം ഭാഗം ഇടിഞ്ഞിങ്ങ് വന്നിട്ടുണ്ട് എന്നുള്ളത് രാത്രി ആയതുകൊണ്ട് അത് കാണുകയും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു അല്ലേ? കാണാൻ ബുദ്ധിമുട്ടാണ്. ഫയർഫോഴ്സിന്റെ ലൈറ്റ് സംവിധാനമുണ്ട്, മറ്റ് വാഹനങ്ങളുടെ ലൈറ്റ് അതിലേക്ക് അടിക്കുന്നുണ്ട്, JCBയുടെ ലൈറ്റ് ഉണ്ട്. എന്നിരുന്നാൽ കൂടി ഈ വയനാടിന്റെ ഒരു കാലാവസ്ഥ അറിയാലോ, മഴയും മഞ്ഞും കോടയൊക്കെ ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ അടിയന്തര യാത്രയ്ക്ക് ഒക്കെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കുറ്റ്യാടി ചുരത്തെ ആശ്രയിക്കുക എന്നുള്ള അറിയിപ്പ് കൂടി ഇതിനൊപ്പം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, കുറ്റ്യാടി ചുരം കൂടി യാത്ര ചെയ്യുക. അതിലുപരി നമുക്ക് പറയാനുള്ള ഇന്നത്തെ യാത്ര മാറ്റിവെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം എല്ലാ വാഹനങ്ങളും ഇപ്പൊ തിരിച്ച് കുറ്റ്യാടി വഴി പോകുമ്പോൾ കുറ്റ്യാടി ചുരത്തിന്റെ ഒരു അവസ്ഥ നമുക്കറിയാമല്ലോ. അത് വീണ്ടും അവിടെ എന്തെങ്കിലും ഒരു ലോറി ബ്രേക്ക് ഡൗൺ ആവോ ബസ് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ വീണ്ടും അതും ബ്ലോക്ക് ആവും. അപ്പൊ അത്യാവശ്യമില്ലാത്ത ആളുകൾ ഇന്ന് യാത്ര വയനാട്ടിലേക്ക് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശരി, ജസ്റ്റിൻ കുന്നുംപുറത്ത് ചുരം സംരക്ഷണ സമിതി അംഗം നമ്മളോട് സംസാരിക്കുകയായിരുന്നു. താമരശ്ശേരി ചുരത്തിലാണ് വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. വ്യൂ പോയിന്റിന് സമീപം മലയ്ക്ക് മുകളിൽ നിന്ന് വലിയ പാറക്കല്ലുകൾ അതുപോലെ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. റോഡിൽ നിന്ന് മണ്ണ് നീക്കാനുള്ള ശ്രമം JCB ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ ഈ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ കടത്തിവിടാം, അതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ജനപ്രതിനിധികൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്, MLA അടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട്, ജില്ലാ കളക്ടറും ഒക്കെ എത്തിയിട്ടുണ്ട്, നടപടികൾ ഏകോപിപ്പിക്കുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് സംഭവ സ്ഥലത്ത് നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.